ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നിങ്ങൾ ഈ തമ്പുനയിൽ ഇപ്പോൾ വായിച്ച കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ മറ്റോ ഒക്കെ പോകുമ്പോൾ വളരെ അടുത്ത് പരിചയമുള്ളവർ വളരെ പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഡോക്ടേഴ്സിനോട്. അതിനോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഒരു രോഗം കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ, ഡോക്ടർ ഇങ്ങനെ എനിക്കൊരു പ്രശ്നം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ആളുകൾ, അതിൽ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക എന്നുള്ളത്. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്നത് ഒരു രോഗമാണോ എന്ന് ചോദിച്ചാൽ നമുക്കിത് 100% രോഗമാണ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇതിലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. അതായത് ആദ്യം നമ്മളിപ്പോൾ സാധാരണ നോർമലായിട്ട് ഒരാൾ 4 മുതൽ 8 പ്രാവശ്യം വരെ ഒരു ദിവസം യൂറിനേറ്റ് ചെയ്യുന്നു. അതിൽ രാത്രി സമയത്ത് ചിലപ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യം അത്യാവശ്യം ഒന്ന് മൂത്രം ഒഴിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന അളവ് കൂടിക്കൂടി വരുന്ന ആൾക്കാരുണ്ട്. അതായത് നമുക്ക് വെള്ളം ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെങ്കിലും ഒന്ന് പോകാനായിട്ട്, ഇപ്പോൾ സാധാരണ നമുക്കൊരു യാത്ര പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പേടിയാണ്. കാരണം ഒരു ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് മൂത്രം പോയി, അതായത് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്ന ആൾക്കാരുണ്ട്. സ്കൂളിൽ ചിലപ്പോൾ ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നം വരാറുണ്ട്. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, അതും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോവുക, അതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കംപ്ലീറ്റ് ആയിട്ട് താളം തെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇതിൽ ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളും അതുപോലെ തന്നെ ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ലക്ഷണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ കാരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്, അതായത് മൂത്രാശയ സഞ്ചി, അതൊരു മസ്കുലർ ആയിട്ടുള്ള ഓർഗനാണ്. അതായത് ഒരു മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ സാധാരണ ഈ ഓർഗനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് ഒരു സമയം നമുക്ക് ഏകദേശം 400 ml മുതൽ 600 ml വരെ നമുക്ക്, അതായത് ഓരോരുത്തരിൽ നിന്നും ഇതിൻ്റെ അളവിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അത്രയും യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തുണ്ടാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇത്രയും ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. അതായത് 2 രീതിയിലായിരിക്കും ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന്, ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്, എനിക്ക് ഈ മൂത്രം ഇങ്ങനെ വന്ന് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം പോലും എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, അപ്പം തന്നെ ടോയ്ലറ്റിലേക്ക് ഓടണം, ഇല്ലെങ്കിൽ സ്പോട്ടിൽ യൂറിൻ പാസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് വരുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നറിലൊക്കെ യൂറിൻ പറ്റുന്ന പോലെ കുറച്ച് തുള്ളികൾ പോലെ ഇങ്ങനെ ഒഴുകി തുടങ്ങും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ യൂറിനറി ബ്ലാഡർ നിറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ ബ്ലാഡർ ഫില്ലാവത്തില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂറിൻ കുറച്ച്, ഇപ്പം നമ്മളൊരു 600 ml വരെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു 100 ml 150 അല്ലെങ്കിൽ 200 ml തന്നെ ഇവർക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു അർജ് ഇവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ചെയ്തും കൂടി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് വ്യത്യാസം വരുത്താനായിട്ട് കഴിയുന്നതാണ്. ഒന്നാമത്തെ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബ്ലാഡർ സാധാരണ ഉള്ള ആൾക്കാരെക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് ആക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ യൂറിൻ ഇതിൻ്റെ അകത്ത് ഫില്ലായി തുടങ്ങുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ, ആൻസൈറ്റി മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നുന്ന കാണത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെ യൂറിൻ ഫില്ല് ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്രം നിറയുമ്പോൾ അയ്യോ എനിക്കിപ്പോൾ ബാത്റൂമിൽ പോകണോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉള്ള സിംറ്റംസ് നമ്മുടെ ശരീരം കാണിക്കും. പിന്നീട് നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർണിയ പോലുള്ള രോഗങ്ങൾ, അതായത് ഇപ്പോൾ ഇൻഗ്വൈനൽ ഹെർണിയ വരുമ്പോൾ നമ്മുടെ ബ്ലാഡറിനെ കുറച്ച് താഴേക്ക് തള്ളുന്നത് പോലെയും അവിടെ ഒരു ഡിസ്കംഫർട്ട് വരുമ്പോഴും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാം. അതുപോലെ തന്നെ ചില സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പ്രൊലാപ്സ്ഡ് യൂട്രസ്, അതായത് യൂട്രസ് പ്രൊലാപ്സ് ചെയ്ത് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഗർഭാശയം പുറത്തേക്ക് തള്ളുന്നത് പോലെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വിട്ടുമാറാതെ നിൽക്കുന്ന സ്ത്രീകളിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു തള്ളൽ
പൊള്ളൽ ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ മലബന്ധം കൊണ്ട് റെക്ടോവെസിക്കൽ പൗച്ച് ആ ഒരു ഭാഗത്തേക്ക് ഒരു പ്രഷർ വരുന്ന, അതായത് ഒരുപാട് നേരം മലമ്പിടുത്തമുള്ള ആളുകളിലും നമുക്ക് ഈ ഒരു പ്രശ്നം കാണാനായിട്ട് പറ്റും. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ കാൽസീമിയ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കാൽസ്യം എത്തുന്ന ഒരവസ്ഥ. അതായത് ചിലർക്ക് കാൽസ്യം വൈറ്റമിൻ D3 ഒക്കെ കോമ്പിനേഷൻ ഡോക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ അമിതമായിട്ട് കാൽസ്യത്തിൻ്റെ ഗുളികകൾ വാങ്ങി കഴിക്കുക. അതുപോലെ തന്നെ ഈ വൈറ്റമിൻ D അമിതമായിട്ട് ശരീരത്തിലെത്തുമ്പോൾ കാൽസ്യം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന പ്രോബ്ലം മുതലായിട്ടുള്ള തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥകളിലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഉള്ള പ്രോബ്ലം ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡിസീസസ്, അതായത് നമുക്ക് തലച്ചോറിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, ഇപ്പോൾ സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ട്യൂമേഴ്സൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ടുള്ള ഇമ്പൾസുകൾ യൂറിനറി ബ്ലാഡറിലേക്ക് കൊടുക്കുന്ന ആ ഒരു നെർവ്സിനെ ഇത് അഫക്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം, അതായത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും. ചിലപ്പോൾ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാര്യം ഇടയ്ക്ക് ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രോഗങ്ങളുടെ ഭാഗമായിട്ട്, ഇപ്പോൾ നമ്മുടെ കാലിൽ നീരുള്ളപ്പോഴോ കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴോ ഒക്കെ ഡോക്ടേഴ്സ് നമുക്ക് ഏതെങ്കിലും ഡയൂററ്റിക് ആയിട്ടുള്ള മരുന്ന്, അതായത് മൂത്രം കൂടുതലായിട്ട് പോകാനുള്ള മെഡിസിൻസ് ചിലപ്പോൾ തരും. അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വരുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സെമൻ ഇജാക്കുലേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ സെമൻ ബീജം പുറത്തേക്ക് പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു തടസ്സമൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്ന ചിലരെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു പ്രശ്നം പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അമിതമായിട്ട് ഈ പറയുന്ന മാസ്റ്റർബേഷൻ ചെയ്യുക, അതുപോലെ തന്നെ ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിൽ അമിതമായിട്ട് ഏർപ്പെടുന്ന ആൾക്കാർ, അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പിന്നീട് അവിടുത്തെ മസിൽസിലുണ്ടാവുന്ന ഒരു സ്ട്രെയിൻ കാരണം ചിലപ്പോൾ യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നീടുള്ള അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലരെ സംബന്ധിച്ച് അവരുടെ ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വിട്ടുമാറാതെ നിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന യുറീത്രയുടെ ആ ഭാഗത്തും ഒക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ ആ ഭാഗത്തേക്ക് വരികയും പിന്നീട് നമുക്ക് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത, അതായത് മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബ്ലാഡർ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന അവസ്ഥയില്ല, അതായത് നമ്മുടെ മൂത്രാശയത്തിൻ്റെ അകത്ത് തന്നെ ഈ സ്റ്റോൺസ് കെട്ടി നിൽക്കുന്നത് പോലെയുള്ള അവസ്ഥകൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ വൃക്കയിൽ നിന്നുള്ള കല്ല് പൊടിഞ്ഞ് ബ്ലാഡറിലേക്ക് വന്നിട്ട് അവിടെ കിടന്ന് അവിടെ നമുക്ക് ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഇടയ്ക്ക് മൂത്രം പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു ടെൻഡൻസിയും വരും. ഇനി പുരുഷന്മാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാവുന്ന ഒരു വീക്കമാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് നമ്മളിപ്പോൾ പ്രോസ്റ്റേറ്റിസ് എന്ന് പറയത്തില്ലേ, അപ്പോൾ സാധാരണ നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കുമ്പോഴോ, അതായത് USG എടുത്ത് നോക്കുന്ന സമയത്ത് അൾട്രാസൗണ്ട് സ്കാനാണ് കേട്ടോ, അപ്പോൾ അതെടുക്കുക, അല്ലെങ്കിൽ PSA പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാവും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം, അതായത് ഈ പ്രോസ്റ്റേറ്റിന് പുരുഷന്മാരുടെ ശരീരത്തിലൊരു വലിയ പ്രാധാന്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ സെമൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിക്വിഡ് പോർഷൻ സെക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. പക്ഷേ ഈ പറയുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു വീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക്, അതായത് പുറത്തേക്ക് ബ്ലാഡറിനൊരു തള്ളൽ വരാനും പിന്നീട് നമുക്ക് ഈ പറയുന്ന പ്രശ്നം കൂടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത് നമ്മൾ 40 വയസ്സുള്ള പുരുഷന്മാർ വർഷത്തിലൊരിക്കലെങ്കിലും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്നത്, അതായത് PSA വാല്യൂ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചെക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കണം. പിന്നീട് മറ്റൊരു ഗ്രൂപ്പിൽ വരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രഗ്നൻസി സമയത്ത്, അതായത് നമ്മൾ ഡെലിവറിയോട് അനുബന്ധിച്ച് നമ്മുടെ യൂട്രസിൻ്റെ അകത്ത് കുട്ടിയുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഈ യൂട്രസ് പതുക്കെ വലുതായിട്ട് വരും. അപ്പോൾ ഈ പറയുന്ന യൂറിനറി ബ്ലാഡറിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ യൂട്രസ് വരുന്നത്. അപ്പോൾ ഈ യൂട്രസ് യൂറിനറി ബ്ലാഡറിനെ പതുക്കെ കംപ്രസ് ചെയ്ത് തുടങ്ങും, അതായത് ഈ വെയിറ്റ് കാരണം ഇങ്ങനെ തള്ളും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ യൂറിനറി ബ്ലാഡറിൻ്റെ ഉള്ളിലായിട്ട് മൂത്രാശയ സഞ്ചിക്കകത്ത്
നമ്മൾ സാധാരണ 600 ml വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് അത്ര ml സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും. പക്ഷേ ഇതൊരു രോഗാവസ്ഥയല്ല. ഇത് നമുക്ക് ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിച്ചാൽ അവർ തന്നെ ഇത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരും. ഇത് ഡെലിവറി കഴിയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും മാറുന്നൊരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് പ്രമേഹ രോഗമാണ്. പ്രമേഹം ഒട്ടും നിയന്ത്രണ വിധേയമല്ലാതെ അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചിട്ട് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു. അതായത് ആഹാരത്തിലൊരു കൺട്രോളും ഇല്ല, ഡയറ്റിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വരുന്ന ആളുകൾക്ക് ഈ പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ പ്രമേഹം നിയന്ത്രിക്കേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് അമിതവണ്ണം ഉള്ളവരിലും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മൾ അതിൻ്റേതായ രീതിയിൽ തന്നെ അങ്ങ് ട്രീറ്റ് ചെയ്ത് മാറ്റുകയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രശ്നം മാറും. ഇനി നമുക്കിതിനുള്ള പരിശോധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ ഒരു സ്കാൻ നമ്മൾ എടുത്ത് നോക്കുകയാണ്. അതായത് അബ്ഡോമിനൽ പെൽവിസിൻ്റെ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ നമുക്കിത് അറിയാനായിട്ട് പറ്റും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കമാണെങ്കിലും ഈ പറയുന്ന സ്കാൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. പ്രമേഹവും മറ്റ് ഏതെങ്കിലും അനുബന്ധ രോഗങ്ങളാണ് നമ്മുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള രക്തപരിശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്ന PSA ടെസ്റ്റ് എടുത്താലും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള വീക്കം കൊണ്ട് നമുക്ക് ആ ആൻറ്റിജൻ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ചികിത്സയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മൂത്രം ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് പല കണ്ടീഷൻസ് കൊണ്ടായിരിക്കും വരുന്നത്. അതായത് സ്ത്രീകളിൽ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ ഇതിൽ ഏത് കാരണം കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്നൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി തുടക്കത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായാൽ അപ്പോൾ തന്നെ നമ്മളൊരു ഡോക്ടറെ കാണുക, കാര്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നീട് ഒരു പ്രശ്നമായിട്ട് നമുക്ക് വരാനുള്ള സാധ്യതയില്ല. ഒളിച്ച് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്ന് അവസാനം ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടേഴ്സിനൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ടോ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.